ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രം വരെ ഒന്ന് പോകാൻ ഇറങ്ങിയിട്ടോ. വേറെ ഒന്നിനുമല്ല, ഞങ്ങൾ ഷോറൂമിലേക്ക് 2 വണ്ടി എടുക്കാനുണ്ടായിരുന്നു, അതായത് 2 കാറ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഒരു ചായ കുടിച്ച് നമ്മൾ ട്രെയിൻ കയറിയേ. അങ്ങനെ ഏകദേശം ഒരു 5:15 നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ടാ. വണ്ടി വരാൻ കുറച്ച് ടൈം എടുക്കണോണ്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ കയറി. അവിടെ നിന്ന് ഒരു ചായയും സമൂസയും കഴിച്ചു. നല്ല യാത്രാക്ഷീണം ഉള്ളത് കൊണ്ട് രാവിലെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചായ എന്തായാലും മസ്റ്റായിരുന്നേ. നമ്മളെ കയ്യിൽ വണ്ടി കിട്ടിയപ്പോഴേക്കും ഏകദേശം 9:30 ആയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നല്ല വിശന്നപ്പോൾ ഒരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ദോശയും ഇഡ്ഡലിയും കഴിച്ചു. ആ ഇഡ്ഡലിയും ദോശയും കഴിച്ചതിന് ശേഷം അതുകൊണ്ട് വയറിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ പൊന്മുടിയിലേക്ക് വിട്ടു. ഏതായാലും ട്രിവാൻഡ്രം വരെ വന്നല്ലേ, എന്നാൽ പിന്നെ പൊന്മുടി പോയിട്ടൊന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചേ. സത്യം പറഞ്ഞാൽ ഈ ചാടി കയറി വരുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ വ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അത്രക്ക് അടിപൊളി വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് അടിപൊളിയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇത്രയും മനോഹരമായിട്ടൊരു പ്ലേസ്. നല്ല തണുപ്പും നല്ല കാറ്റും നല്ല വിശാലമായിട്ടൊരു നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. ഞങ്ങളവിടെ പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിച്ചാൽ വയറിന് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല ഛർദിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പൊന്മുടിയൊക്കെ കണ്ട് നമ്മൾ ചുരം ഇറങ്ങിയേ. മുന്നോട്ടുള്ള യാത്രയുടെ വീഡിയോസ് എനിക്ക് എടുക്കാൻ നല്ല ബോധ്യം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ എഫക്റ്റ് മൂലം ഒരു ഭാഗത്ത് ഛർദ്ദിച്ച് അവശയായി കിടക്കുകയായിരുന്നു.